തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷ. ഇതോടെ ആന്റണി രാജു MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനായി. കേസിൽ ആന്റണി രാജുവിന്റേത് നീതി നിർവഹണത്തിന്റെ അടിത്തറയെ തകർക്കുന്ന നടപടിയെന്ന് കോടതി പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്ന് ആന്റണി രാജു പ്രതികരിച്ചു. തൊണ്ടിമുതൽ കൃത്രിമ കേസിൽ 36 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതിയുടെ വിധി. തൊണ്ടിമുതൽ കടത്തിയത് കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥനും അഭിഭാഷകനും ചേർന്നാണ്. ഇവരുടെ നടപടി നീതി നിർവഹണത്തിന്റെ അടിത്തറയെ തകർക്കുന്നതാണ്. പ്രതികളുടേത് കേവലം ഒരു ക്രമക്കേടല്ല, നീതിയുടെ ഗതിയെ ബോധപൂർവം തടസ്സപ്പെടുത്തി നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു. തെളിവ് നശിപ്പിച്ച് ഒരു പ്രതിയെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത് നീതിയുടെ പരാജയമാണെന്നും കോടതിയുടെ ഉത്തരവിലുണ്ട്. തെളിവ് നശിപ്പിക്കൽ കുറ്റത്തിന് 3 വർഷവും വ്യാജ തെളിവുണ്ടാക്കിയതിന് 2 വർഷവും ഗൂഢാലോചനയ്ക്ക് 6 മാസവും ശിക്ഷയുമാണ് ആന്റണി രാജുവിന് കോടതി വിധിച്ചത്. കേസിലെ 1-ാം പ്രതിയായ ജോസിന് ഈ വകുപ്പുകൾക്ക് പുറമെ ക്രിമിനൽ വിശ്വാസവഞ്ചനയ്ക്ക് 3 വർഷത്തെ ശിക്ഷയുമുണ്ട്. വിവിധ വകുപ്പുകളിലുള്ള ശിക്ഷ പ്രതികൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും കോടതി വിധിച്ചു. 2 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. മാക്സിമം ശിക്ഷ കോടതി കൊടുത്തിട്ടുണ്ട്. 3 വർഷത്തെ ശിക്ഷ വന്നതോടെ MLA സ്ഥാനത്ത് നിന്ന് ആന്റണി രാജു അയോഗ്യനായി. MLA സ്ഥാനം തിരികെ ലഭിക്കണമെങ്കിൽ മേൽക്കോടതി ആന്റണി രാജുവിന്റെ ശിക്ഷ സ്റ്റേ ചെയ്യണം. അതല്ലെങ്കിൽ ശിക്ഷാ കാലയളവായ 3 വർഷവും അതിനുശേഷം വരുന്ന 6 വർഷവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആന്റണി രാജുവിനാവില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണെന്ന് ആന്റണി രാജു പറഞ്ഞു. കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. 1990 ഏപ്രിൽ 4-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂവിനെ രക്ഷപ്പെടുത്തുന്നതിനായി കോടതിയിൽ നിന്ന് തൊണ്ടി മുതലായ അടിവസ്ത്രം കടത്തി കൃത്രിമം നടത്തിയത്. വിചാരണ കോടതി 10 വർഷത്തേക്ക് ശിക്ഷ വിധിച്ചെങ്കിലും ഹൈക്കോടതി പ്രതിയെ വെറുതെ വിടുകയായിരുന്നു. അഭിഭാഷകനായ ആന്റണി രാജുവും വഞ്ചിയൂർ കോടതിയിലെ ക്ലർക്കായ ജോസും ചേർന്നാണ് തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയതെന്നായിരുന്നു കണ്ടെത്തൽ. മീഡിയ 1 തിരുവനന്തപുരം.